നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കൊണ്ടാട്ടക്കറിയാണ്. ഒരു സ്പെഷ്യൽ കറിയാണ്. അങ്ങനെ സദ്യയില് സാധാരണ കണ്ടുവരാത്തൊരു പ്രത്യേകതരം കറിയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഉരുളി വയ്ക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ ഇടുക. ഉലുവ മൂത്ത് വരുമ്പോൾ നമ്മൾ ഇഞ്ചി ചേർക്കുക, പച്ചമുളക് ചേർക്കുക, വേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് സബോളയാണ്. ഇപ്പോൾ ഓൾറെഡി കൊണ്ടാട്ടമുളകിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കാറില്ല ഈ കറിക്കകത്ത്. നമ്മൾ ഉള്ളി വാടി കഴിഞ്ഞാൽ നമ്മൾ ശർക്കര നീരാണ് കൊടുക്കാൻ പോകുന്നത്. ശർക്കര നീര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് വാളംപുളി. ഇനി നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് തീയൊന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. കറി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത്. പാകത്തിന് മഞ്ഞൾപ്പൊടി. ഈ കറിയിലെ മെയിൻ ഐറ്റം കൊണ്ടാട്ടമുളകാണ്. കൊണ്ടാട്ടമുളക് നന്നായിട്ട് വറുത്തെടുക്കുക. നമ്മൾ കൊണ്ടാട്ടമുളകാണ് നമ്മൾ സദ്യയിൽ ഞങ്ങളിപ്പോൾ വിളമ്പം തുടങ്ങിയത് ഏകദേശം ഒരു 5 വർഷക്കാലത്തോളമായി. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറി പോലെ ആയിരിക്കും ഞങ്ങളുടെ സദ്യയിൽ. പലരും നമ്മളടുത്ത് വന്ന് പറയാറ് കൊണ്ടാട്ടക്കറി വേണം എന്ന് നിർബന്ധം പറയാറുമുണ്ട്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നാളെ കാലത്ത് ഒരു 9 മണിയോടെ നമ്മൾ സദ്യ വിളമ്പാൻ തുടങ്ങും. 10 മണി 9 മണിയാകുമ്പോൾ ആ സമയമാകുമ്പോഴത്തേന് ഈ കറിയുടെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. കാരണം ഇതിനകത്തുള്ള കൊണ്ടാട്ടത്തിനകത്തുള്ള ഉപ്പ് ഇറങ്ങും തോറും ഈ കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കഴിക്കുമ്പോൾ തന്നെ അതിന് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. പുളിഞ്ചിയുടെ ഒരു വേറൊരു ഇതിലേക്ക് വരില്ലേ? അതെ 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 ഫ്ലേവർ കയറിയിട്ടില്ല. അതെ അതെ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്ന വെളിച്ചെണ്ണയാണ്. കാരണം നാളേക്ക് ഈ കറി ഒന്നും ടൈറ്റ് ആവും. നമുക്ക് ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ കൊടുക്കുന്നത്. നമ്മൾ അവസാനം ചേർക്കാൻ പോകുന്നതാണ് അണ്ടിപ്പരിപ്പ്. ഓക്കെ, നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. സമയത്ത് നമ്മളെ കൊണ്ടാട്ടക്കറി സെറ്റ് ആയിരിക്കുന്നത്.